വിഷയത്തെ ആസ്പദമാക്കി നമ്മൾ ഒരു 12 സെമിനാറാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പം അതിൻ്റെ 4ാമത്തെ സെമിനാറാണ് നമ്മൾ ഇപ്പോൾ ഈ നടക്കാൻ പോകുന്നത്. അടുത്തത് നമ്മൾ ഫെബ്രുവരിയിലാണ് അടുത്തത് പ്ലാൻ ചെയ്യുന്നത്. വിവരാവകാശത്തെക്കുറിച്ചുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. അതിൽ മുഖ്യമല്ല, വിവരാവകാശ കമ്മീഷൻ തന്നെ അതിൽ പങ്കെടുക്കാമെന്ന് നമ്മളോട് സമ്മതിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ സെമിനാറിൻ്റെ എല്ലാം പ്ലാൻ ചെയ്യുന്നതൊക്കെ നമ്മുടെ കേരള പ്രസ് അക്കാദമിയുടെ ഡയറക്ടറും കൂടിയായിട്ടുള്ള ശ്രീ രാജഗോപാൽ സാർ അവറുകളാണ്. ഇന്ന് നമുക്ക് കേരളത്തിൽ നമുക്ക് ഈ വിഷയത്തിൽ സംസാരിക്കാൻ പറ്റിയ ഏറ്റവും ഉന്നതനായിട്ടുള്ള എന്ന് തന്നെ പറയാം വ്യക്തിനെ തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടി ലഭിച്ചിട്ടുള്ളത്. ഞാൻ അതിനെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും പരിചയപ്പെടുത്തേണ്ടതായിട്ടുള്ള ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ഈ വിഷയത്തിൻ്റെ അതായത് ഈ സെമിനാറിൻ്റെ മോഡറേറ്റ് ആയിട്ടുള്ളത് ശ്രീ കെ രാജഗോപാൽ അവറുകൾ തന്നെയാണ്. അതേപോലെ ഇന്നത്തെ ഈ സെമിനാറിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത് കേരള ഹിസ്റ്റോറിക്കൽ റിസർച്ച് സൊസൈറ്റിയുടെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള പ്രൊഫസർ കാതറിൻ ചെമ്മ അവറുകളാണ്. ഞങ്ങളുടെ സൊസൈറ്റിയെ കുറിച്ച് 2 വാക്ക് കൂടി നിങ്ങളോടൊന്ന് പറഞ്ഞിട്ട് കടക്കാമെന്ന് വിചാരിക്കുന്നു. കേരള ഹിസ്റ്റോറിക്കൽ റിസർച്ച് സൊസൈറ്റി 2025 ആകുമ്പോൾ 25 വർഷത്തിലേക്ക് കടക്കും. ഇതിനകം ഞങ്ങളൊരു ഏകദേശം ഒരു 70ഓളം സെമിനാറുകൾ ഞങ്ങൾക്ക് കേരളത്തിൽ കൂടുതലും തൃശ്ശൂർ കേരള സാഹിത്യ അക്കാദമി കേന്ദ്രീകരിച്ചു, അതുപോലെ തന്നെ എറണാകുളം ചാവറ കൾച്ചർ സെൻറ്റർ, പൊന്നാനി MES കോളേജ്, കോഴിക്കോട്, ഇതുപോലെയുള്ള വിവിധ സ്ഥലങ്ങളിൽ വെച്ച് ഞങ്ങൾക്ക് നടത്തുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അത് ദേശീയവും അന്തർദേശീയവുമായിട്ടുള്ള സെമിനാറും നമുക്ക് നടത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ഒരിക്കൽ ബ്രിട്ടനിൽ നിന്ന് വന്നിട്ടുള്ള ഹെൻറി, അദ്ദേഹമായിരുന്നു ഒരിക്കൽ നമുക്ക് പുറത്തുനിന്ന് വന്ന ഒരു വ്യക്തിത്വം കൂടിയാണ്. കേരള ഹിസ്റ്റോറിക്കൽ റിസർച്ച് സൊസൈറ്റി 2000-ലാണ് രജിസ്റ്റർ ചെയ്തത്. അതിന് 2 കൊല്ലം മുമ്പ് അത് കേരള ചരിത്ര പഠന സമിതി എന്ന പേരിലാണ് അത് പ്രവർത്തിച്ചു തുടങ്ങിയത്. അപ്പോൾ അന്ന് മുതലുള്ള ആൾക്കാരും നമ്മുടെ കൂടെ ഇപ്പോഴും ഉണ്ട്. 2 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് പിന്നീട് അത് രജിസ്ട്രേഷൻ എടുക്കണം എന്നുള്ള ഒരു ഘട്ടത്തിലേക്ക് എത്തിയത്. അതിന് കാരണമായത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിൽ പിന്നീട് ഡയറക്ടറായിരുന്ന ഹനുമന്തപ്പ എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ്, അദ്ദേഹം തന്നെ വിളിച്ച പേരാണ് കേരള ഹിസ്റ്റോറിക്കൽ റിസർച്ച് സൊസൈറ്റി എന്നുള്ളത്. അങ്ങനെ 2000-ലാണ് നമ്മളത് രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. അങ്ങനെ ഞങ്ങളങ്ങനെ പതുക്കെ നിങ്ങൾക്ക് വേണ്ടിയുള്ള, അതായത് ചരിത്രമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളാണ് എപ്പോഴും ഞങ്ങൾ തിരഞ്ഞെടുക്കുകയും അതിൽ ഇതുപോലെയുള്ള പല നല്ല സുമനസ്സുകളുടെയും അഭിതകാംക്ഷികളുടെയൊക്കെ സഹായത്തോടുകൂടി ഞങ്ങൾക്ക് ഇവിടം വരെയൊക്കെ എത്താൻ കഴിഞ്ഞു. കൊറോണയ്ക്ക് ശേഷം എല്ലാവരും തളർന്നിരുന്നത് പോലെ ഞങ്ങളും ഒന്ന് തളർന്നിരുന്നു പോയി. പിന്നീട് ഞങ്ങൾ അതിൻ്റെ സാമ്പത്തികവും മറ്റു കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് പ്രയാസമായി. കാരണം ഞങ്ങൾക്കും വയസ്സായി, റിട്ടയർഡായി, പല കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ബാങ്കുകളോ മറ്റുള്ളവരോ ഒന്നും സാമ്പത്തികത്തിന് വേണ്ടി ചെല്ലുമ്പോൾ അവർ നമ്മളെ കൈയൊഴിയുന്ന ഒരു അവസ്ഥ വന്നു. അങ്ങനെയാണ് ഞങ്ങൾ കൂടുതലും യാത്രകളിലേക്ക്, ചരിത്രപരമായിട്ടുള്ള പഠനയാത്രകൾ സംഘടിപ്പിച്ചുകൊണ്ട് ഞങ്ങളത് ആരംഭിച്ചത്. അതും വലിയൊരു സക്സസ് ആണെന്നൊന്നും പറയുന്നില്ല. യാത്രയുടെ കാര്യത്തിലോ മറ്റു കാര്യങ്ങളിലോ അല്ല പ്രശ്നം. ആൾക്കാർ ഇതിനോട് കൂടുതൽ താല്പര്യം എടുക്കുന്നത് വെറും യാത്രകളും
സന്തോഷിക്കാനും ഉല്ലസിക്കാനായിട്ടൊക്കെയാണ് പൊതുവിൽ ആൾക്കാർ താല്പര്യം കാണിക്കുന്നത്. ഞങ്ങൾ അങ്ങനെയുള്ള ഒരു യാത്രയല്ല ഞങ്ങൾ സംഘടിപ്പിക്കുന്നത്. ഞങ്ങൾ ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യ, സ്റ്റേറ്റ് ആർക്കിയോളജി, അല്ലെങ്കിൽ അതാത് സ്ഥലത്തെ ഡിപ്പാർട്ട്മെന്റുകളോ അതിൻ്റെ അധികാരികളോ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങനെയുള്ള മോണുമെന്റ്സുകൾ എല്ലാം അങ്ങനെയുള്ള ഒരു യാത്രയാണ് ഞങ്ങൾ സംഘടിപ്പിക്കുന്നത്. അപ്പോൾ അതിന് ആർക്കിയോളജിസ്റ്റ് ഉണ്ടാവും, ഹിസ്റ്റോറിയൻസ് ഉണ്ടാവും, ഇതിനെക്കുറിച്ചുള്ള വിവരണങ്ങൾ നൽകാനും ഒക്കെ ആയിട്ടുള്ള ഒരു സുരക്ഷിതമായിട്ടുള്ള ഫാമിലിക്ക് പങ്കെടുക്കുന്ന രീതിയിലുള്ള ഒരു യാത്രയാണ് ഞങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ഞാൻ പറഞ്ഞു വന്നത് അതിൽ നിന്നൊക്കെ കിട്ടുന്ന ചില മിച്ചം കിട്ടുന്ന കുറച്ച് സാമ്പത്തികമൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ സെമിനാറുകൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഇനിയും നിങ്ങളിൽ നിന്ന് നല്ല ഒരു സഹകരണം ഞങ്ങൾക്ക് ലഭിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് നമ്മൾക്ക് ഈ വിഷയം അവതരിപ്പിക്കാനായിട്ട് എത്തിയിരിക്കുന്നത് വൈജ്ഞാനിക രംഗത്ത് ഞാനിപ്പോഴും ആശ്രയിക്കുന്ന അല്ലെങ്കിൽ കൂടുതൽ അറിവുകൾ നേടാനായിട്ട് ശരിക്കും ഇപ്പോൾ ഈ നമ്മൾ ഇപ്പോൾ ദളിത് ആയിട്ടുള്ള അവർക്ക് കൺസെഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇതുണ്ടല്ലോ. സത്യത്തിൽ അതിൻ്റെയൊക്കെ ആ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കുന്നത് സണ്ണി സാറിലൂടെയാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിലൂടെയാണ് ഞാൻ അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത് ഒക്കെ ചെയ്യുന്നത്. ഇതിൻ്റെ ഉൾത്തിരിവുകൾ, അതിൻ്റെ യഥാർത്ഥ സത്യങ്ങൾ മനസ്സിലാക്കുന്നത് ഈ ഇങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളിൽ, അതുപോലെ ആ ഒരു മേഖലയിലുള്ള ആൾക്കാരുടെ ഒരു ഇതിൽ നിന്നാണ് നമ്മൾ സത്യത്തിൽ ഈ കാര്യങ്ങളൊക്കെ കൂടുതൽ പഠിച്ച് മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചത്. അത് ഒരു വലിയൊരു വെളിപാടായിട്ടാണ് സത്യത്തിൽ എനിക്ക് പലപ്പോഴും തോന്നുന്നത്. നിത്യേന എന്നാണ് ഞാൻ വിദേശത്തായിരിക്കുന്ന സമയത്ത് മുതലാണ് സത്യത്തിൽ യൂട്യൂബിലേക്ക് കൂടുതലായിട്ട് കടന്നത്. കാരണം അവിടെ ഒന്നും ചെയ്യാനില്ല. അപ്പൊ ഇങ്ങനെയുള്ള സാധ്യതകൾ കൂടുതലുണ്ട്. അങ്ങനെയാണ് അതിലേക്ക് കടക്കുകയും ഇത്തരം കാര്യങ്ങളൊക്കെ അറിയാനായിട്ടുള്ള എനിക്കൊരു അവസരം കിട്ടി. അപ്പൊ കേരള ഹിസ്റ്റോറിക്കൽ റിസർച്ച് സൊസൈറ്റിക്ക് വേണ്ടി ഇന്നിവിടെ സന്നിഹിതരായിട്ടുള്ള നിങ്ങളെല്ലാവർക്കും വേണ്ടി ഏറ്റവും പ്രിയങ്കരനായ ശ്രീ സണ്ണി കവിക്കാട് അവർ സ്നേഹപൂർവ്വം ഈ സെമിനാറിലേക്ക് സ്വാഗതം ചെയ്തു കൊടുക്കുന്നു. ഇതേ വിഷയത്തിൽ തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു യുവ ചിന്തകനായിട്ടുള്ള വൈജ്ഞാനിക രംഗത്ത് വളരെയധികം സംഭാവനകൾ ഇപ്പോഴേ തന്നെ നൽകിക്കഴിഞ്ഞു. നാളെ വലിയ വലിയ സംഭാവനകൾ തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ശ്രീ ഡോക്ടർ വിനിൽ പോൾ അവറുകളാണ്. ഞാൻ വളരെ വർഷങ്ങൾക്ക് മുമ്പേ അദ്ദേഹത്തിന് എനിക്ക് ബന്ധപ്പെടാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു ഭാഗ്യമായിട്ട് കണക്കാക്കുന്ന ഒരു വ്യക്തിയാണ്. കേരള സാഹിത്യ അക്കാദമിയിലുള്ള ഒരു പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധിച്ചത്, അദ്ദേഹത്തെ ബന്ധപ്പെടാനായിട്ട് എനിക്ക് കഴിഞ്ഞത്. എന്നെ ആ ഇതിലേക്ക് എത്തിച്ചത് പ്രൊഫസർ MD ജോസാർ. അദ്ദേഹമാണ് എന്നോട് പറഞ്ഞത്, ജോസഫ് ജോൺ നിങ്ങൾ വരണം, നമുക്ക് JNUവിലൊരു പ്രോഡക്റ്റ് ഉണ്ട്, ആളെ ഒന്ന് നിങ്ങൾ പരിചയപ്പെട്ടിരിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞിട്ട് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അദ്ദേഹമായിട്ട് പരിചയപ്പെട്ടു. പക്ഷെ അദ്ദേഹത്തിന് എന്നെ അറിയാം, ഇപ്പോഴും എന്നെ മറക്കുന്നില്ല എന്നുള്ളത്. പിന്നീട് ഞാൻ ഇന്നാണ് അദ്ദേഹത്തിനെ നേരിട്ട് കാണുന്നത്. കേരളത്തില് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ളൊരു പുസ്തകം ആണ് കേരളത്തിലെ അടിമകളെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ഗ്രന്ഥം. വളരെയധികം പഠനാർഹമായിട്ടുള്ളൊരു ഗ്രന്ഥമാണ്. മറ്റ് ഗ്രന്ഥങ്ങളും അദ്ദേഹത്തിന്റെ ഇതിൽ ഇറങ്ങിയിട്ടുണ്ട്. അത് വളരുന്ന തലമുറയ്ക്ക്, ഭാവി തലമുറയ്ക്ക് ഒരു വഴികാട്ടിയാകാൻ സണ്ണി സാറിനോടൊപ്പം അദ്ദേഹം ഉണ്ടാവുന്നുള്ള തീർച്ചയായിട്ടും നമുക്ക് ഉറപ്പിക്കാനായിട്ട് ആവും. അദ്ദേഹത്തിന് ഈ കേരള ഹിസ്റ്റോറിക്കൽ റിസർച്ച് സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവർക്കും വേണ്ടിയിട്ട് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു കഴിഞ്ഞു, ഇതിൻ്റെ എല്ലാം സൂത്രധാരകൻ സത്യത്തില് രാജഗോപാൽ സാറാണ്.
അദ്ദേഹമാണ് ഇതിൻ്റെ എല്ലാം ഒരു ചെറിയ ഒരു പൂ ചോദിച്ചാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് എത്തുന്നത്. പക്ഷെ ഈ പറഞ്ഞ പോലെ ഒരു പൂങ്കാവനാണ് അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് വെച്ചത്. വലിയൊരു ടാസ്ക്കാണ് എടുത്ത് വെച്ചത്. ഞാൻ അദ്ദേഹത്തിന് ഒരു പ്രസംഗത്തിന് ക്ഷണിക്കാൻ വേണ്ടിയാണ് കേരള സാഹിത്യ പ്രസ് അക്കാദമിയിലേക്ക് കാക്കനാടേക്ക് എത്തുന്നത്. അപ്പൊ പുള്ളി പറഞ്ഞു ഇതൊന്നും പറ്റില്ല, നമുക്ക് ഇങ്ങനെ ഒരു സംഭവം ചെയ്തു വേണം ഇത് ശരിയാക്കാൻ എന്നുള്ള അഭിപ്രായം കിട്ടുകയും ഞാൻ അതിനൊക്കെ സമ്മതം പറയുകയും ചെയ്തു. അപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ എന്നോട് ജമാമസി ചോദിച്ചു, നിങ്ങളിത് എന്ത് കണ്ടിട്ടാണ് ഇതൊക്കെ ഏറ്റെടുക്കാൻ പോകുന്നത്, ഇതൊക്കെ നടക്കുമോ? ഞാൻ ടീച്ചറോട് പറഞ്ഞു, ടീച്ചറെ നടക്കുമോ എന്നുള്ള ചോദ്യത്തിന് മുമ്പിൽ നമ്മൾ തളർന്നു പോകും. ഞങ്ങളിത് നടത്തുമെന്ന് ഉറപ്പിക്കേ, നമുക്ക് നോക്കാം, നമ്മൾ ഇതിൽ വലിയതൊക്കെ ചെയ്തിട്ടില്ലേ, ആ ഒരു ധൈര്യത്തിലാണ് ടീച്ചർ സമ്മതം തന്നത്. ഇതുമായിട്ട് ഞങ്ങളങ്ങനെ മുന്നോട്ട് പോകുന്നു. ഞാൻ പറഞ്ഞു വന്നത് ഈ കാര്യങ്ങളിൽ നിന്നല്ല, ഞങ്ങൾക്ക് ഇത്തരം വൈജ്ഞാനികപരമായിട്ടുള്ള ഞങ്ങളുടെ ഒരു കൺസൾട്ടന്റ് പോലെ വർക്ക് ചെയ്യുകയാണ് സത്യത്തിൽ ഇപ്പൊ സാറിന് എല്ലാ ദിവസവും നല്ല രീതിയിൽ ഞാൻ ശല്യപ്പെടുത്തും. അത് കാരണം കൊണ്ടായിരിക്കും പല ദിവസവും ഞാൻ വിളിക്കുമ്പോൾ എടുക്കില്ല. അപ്പൊ ഞാൻ മെസ്സേജ് അയക്കും, അതിനൊക്കെ എനിക്ക് സാറ് മറുപടി അയക്കും, പിന്നെ എന്നെ വിളിക്കും. ഞാൻ അങ്ങനെ ചില സമയങ്ങളിലൊക്കെയാണ് ചിലപ്പോൾ ബന്ധപ്പെടാൻ പറ്റും. സാറിന്റെ തിരക്കുകൾ എനിക്ക് ഏറ്റവും നന്നായിട്ട് അറിയാം. ഞാൻ സാറിനെ നിങ്ങൾക്ക് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട തൃശ്ശൂർക്കാരനും കൂടിയാണ്, അറിയപ്പെടുന്ന ഒരു പത്രപ്രവർത്തകനാണ്. മീഡിയയിൽ ഏറ്റവും കൂടുതൽ വിദേശത്തു നിന്നും എല്ലാം യോഗ്യത നേടിയിട്ടുള്ള ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയും കൂടിയാണ്. പലരുടെയും ഗുരുവായി കണക്കാക്കുന്ന ഈ ഇന്ന് മാധ്യമരംഗത്തുള്ള പ്രിന്റ് മീഡിയയിലായാലും TV തുടങ്ങിയിട്ടുള്ള എല്ലാത്തിലും തന്നെ ഗുരുവായിട്ട് പലരും കണക്കാക്കുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമ കൂടിയാണ് ശ്രീ കെ രാജഗോപാൽ. തൃശ്ശൂർക്കാരനും കൂടിയാണ്. അദ്ദേഹത്തിന് കേരള ഹിസ്റ്റോറിക്കൽ റിസർച്ച് സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് ഇന്നിവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് സ്നേഹപൂർവ്വം സ്വാഗതം അർപ്പിക്കുകയാണ്. നമ്മളുടെ ഈ യോഗത്തിന്റെ അധ്യക്ഷത വഹിക്കുന്നത് പ്രൊഫസർ കാതലിൻ ജമ്മയാണ്. നമ്മളുടെ സെന്റ് മേരീസ് കോളേജിലെ ഹിസ്റ്ററി വിഭാഗത്തിന്റെ HOD ആയിട്ട് ദീർഘവർഷം പ്രവർത്തിച്ചിട്ടുള്ളതാണ്. ടീച്ചറാണ് സൊസൈറ്റി ഇപ്പോൾ മുന്നോട്ട് നയിക്കുന്നത്. ടീച്ചർക്കും ഔദ്യോഗികരുടെ പേരിൽ എല്ലാവർക്കും വേണ്ടി ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുക. ഞങ്ങളുടെ സൊസൈറ്റിയുടെ വൈസ് പ്രസിഡന്റാണ് ശ്രീ ചിറക്കൽ നാരായണൻകുട്ടി അവർ. നല്ല ഒരു പ്രാദേശിക ചരിത്രകാരൻ കൂടിയാണ്. തൃശ്ശൂരിൽ വളരെയധികം അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. നല്ലൊരു പുരാവസ്തു ശേഖരം സ്വന്തമായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് അദ്ദേഹത്തിന് ഔദ്യോഗികതയുടെ പേരിൽ തന്നെ കേരള ഹിസ്റ്റോറിക്കൽ റിസർച്ച് സൊസൈറ്റിക്ക് വേണ്ടി നിങ്ങളെല്ലാവർക്കും വേണ്ടി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തിട്ടുണ്ട്. നന്ദി, നമസ്കാരം. എന്ന അധ്യക്ഷ പ്രസംഗത്തിനായിട്ട് പ്രൊഫസർ കാതലിൻ ജമ്മ ക്ഷണിക്കുന്നു.